അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മോംസ് മാജിക് ബൈ അർഷിമ. എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ഈ ചാനലിലെ ആദ്യത്തെ ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം കുറച്ച് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ തലയും വാലൊക്കെ മാറ്റിയിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു മഞ്ഞ കളറ്. ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക, ഉപ്പ് നന്നായിട്ട് പിടിക്കുന്ന വിധത്തിൽ. അപ്പോൾ ഇതൊരു 1/2 kg അത്രയേ ഉള്ളൂ കേട്ടോ ചെമ്മീൻ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ചെമ്മീനിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് അവസാനത്തെ ദമ്മിടലിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉള്ളിയാണ്. ഇത് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നു, അത്രയേ ഉള്ളൂ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. കരിഞ്ഞു പോകരുത്, ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് അടുത്ത് തന്നെ നിന്നിട്ട് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ആ പാനിൽ തന്നെ നമുക്ക് ഈ ഒരു ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വലിപ്പമുള്ള ചെമ്മീനാണ്, അതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് കുക്കാവണം കേട്ടോ. പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് മാറ്റരുത്. 2 വശവും ഒന്ന് ജസ്റ്റ് നന്നായിട്ടൊന്ന് കുക്കാവണം. ഒരു തടിയുള്ള പോലത്തെ ഒരു ചെമ്മീനാണേ. അപ്പോൾ എല്ലാം നന്നായിട്ടൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. 2 ഭാഗവും ഒന്ന് കുക്കായി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഇതായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം കേട്ടോ, മറന്നുപോയി. അപ്പോൾ 2 ഭാഗവും ഏകദേശം നന്നായിട്ടൊന്ന് കുക്കായിട്ടുണ്ട്. ഇനി ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇനി നമ്മൾ ഈ പാനിൽ തന്നെ ഇട്ടിട്ടാണ് മസാല റെഡിയാക്കുന്നത്. നമ്മൾ സാധാരണ ഫ്രൈഡ് ചിക്കൻ ബിരിയാണിക്കൊക്കെ റെഡിയാക്കുന്ന പോലെ തന്നെ ആ ഒരു പാനിൽ തന്നെ. അപ്പോഴേ നമ്മുടെ ആ ഒരു ഫിഷിൻ്റെ ഒരു ചെറിയൊരു ഫ്ലേവറൊക്കെ നമ്മുടെ ബിരിയാണിയിൽ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 5-6 ഉള്ളി എടുത്തിട്ടുണ്ടാവും. മസാല കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ഇവിടെ എല്ലാവർക്കും മസാല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മസാല വേണം, ഉള്ളി വേണം, അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ. ഉപ്പ് നോക്കിയിട്ട് നമ്മുടെ ഉപ്പ് എത്ര വേണോ നോക്കിയിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചൊക്കെ ഇടാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഈ ഉള്ളി വാടിയിട്ട് കിട്ടും കേട്ടോ. ഇപ്പം കുറച്ചൊന്ന് കുക്കായി വന്നില്ലേ ഉള്ളി. ഇനി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ഇതിൽ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇടാനുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ മിക്സിയുടെ ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പച്ചമുളകും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പച്ചമുളക് ഞാൻ കുറച്ച് അധികം അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം നമ്മൾ എന്താ പറയുക, ചെമ്മീനിൽ മസാല പുരട്ടിയിട്ടാണല്ലോ ഫ്രൈ ചെയ്തത്. അതിൻ്റെ എരിവുമൊക്കെ ഈ ഒരു ഇതിലേക്ക് വരും. അതുകൊണ്ട് കുറച്ച് പച്ചമുളക് കുറച്ചിട്ടുണ്ട്. എരിവും പുളിയും ഒക്കെ നിങ്ങളുടെ ആവശ്യത്തിന് കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ മസാല നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. തക്കാളി ഒരു 3 വലിയ തക്കാളിയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും. ജസ്റ്റ് ഒരു പ്രാവശ്യം ഒന്ന് അതിലിട്ടൊന്ന് മിക്സ് ആയി കഴിഞ്ഞാൽ തക്കാളി വേഗം ഒന്ന് കുക്കായിട്ട് കിട്ടും. ഇനി അടച്ച് വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, തക്കാളിയും കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വാടണേ ഉള്ളി, അപ്പോഴേ നമ്മളെ മസാല രസം ഉണ്ടാവും. ഇനി അതിലേക്ക് കുറച്ച് മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1-2 ടീസ്പൂൺ മസാലപ്പൊടിയും പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ചെറുനാരങ്ങ നീര്. ഞാനിപ്പോൾ ഒരു ചെറുനാരങ്ങ നീരാണ്, കുരുവൊക്കെ കളഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ മസാലയ്ക്ക് കയ്പിൻ്റെ രസം വരും കുരു കണിഞ്ഞ് പോയിക്കഴിഞ്ഞാൽ. അപ്പോൾ കുരു നന്നായിട്ട് എടുത്ത് കളയണം. എന്നിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പിന്നെ ചെമ്മീൻ ഫ്രൈ ചെയ്തതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചെമ്മീൻ ഇതിൻ്റെ കൂടെ ഒന്ന് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
കുറച്ച് ചെമ്മീൻ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് മേലയിൽ, ജസ്റ്റ് നമ്മളെ ബിരിയാണീൻ്റെ മേലയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയെല്ലാം കൂടി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കണേ. അപ്പോഴേ നമ്മുടെ ചെമ്മീൻ്റെ ആ ഫ്ലേവർ നമ്മുടെ ഈ മസാലയിലേക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചെമ്മീൻ്റെ തലയും വാലും ഒക്കെ ഇതിലിട്ട് കൊടുത്താലും മതി. തല ഉണ്ടാവുമല്ലോ, അതിട്ട് കൊടുത്താലും മതി മസാലയിൽ. ഇനിയൊരു 2-3 മിനിറ്റ് ഒന്ന് വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് എടുക്കുന്നത് ഈ ഒരു മഗ്ഗിലാണ്. അപ്പോൾ 2.5 മഗ്ഗ് റൈസാണ് എടുക്കുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ലൂസ് റൈസാണ്. അപ്പോൾ ഒരു മഗ്ഗിന് 1.5 മഗ്ഗ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ 2.5 കപ്പ് മഗ്ഗിന് ഞാൻ 3.25 കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളം. അപ്പോൾ ഒരു കപ്പിന് 1.5 കപ്പ് വെള്ളം, അങ്ങനെയാണ് കണക്ക്. അപ്പോൾ ഇനി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്കൊരു 3 ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓയിലും ഗീയൊക്കെ കുറച്ച് കൂടുതൽ വേണം, നല്ലോണം എണ്ണ വേണ്ടവർക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ 4 ടീസ്പൂണിൻ്റെ അടുത്ത് ഞാൻ ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഉള്ളിയും, ഒരിത്തിരി ഉള്ളിയും കൂടി ഇട്ടിട്ട് ഉള്ളി നന്നായിട്ട് കരിയുന്നതിന് മുമ്പേ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. അളവെടുത്തിട്ട് വെള്ളം ഞാൻ തിളപ്പിച്ചതാണ് കെറ്റിൽ ഒഴിച്ചിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കുക്കായിട്ട് കിട്ടും റൈസ്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ നിങ്ങൾ നോക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസ് ഇട്ടതിന് ശേഷം ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഉപ്പുണ്ടോ, ഉപ്പ് കുറവുണ്ടോ, കൂടുതലാണോ എന്നൊക്കെ ഒന്ന് റൈസ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് നോക്കണം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ലോ ഫ്ലെയിമിലാക്കണ്ട, ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി കേട്ടോ ഫസ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ ഉമ്മ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു റൈസ്. ഇനി ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റൈസ് റെഡിയാവും. റൈസ് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ തിളച്ച വെള്ളമായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഓൾമോസ്റ്റ് നമ്മുടെ റൈസ് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ റൈസിൻ്റെ നമ്മൾ എടുക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരു റേഷ്യോയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെങ്ങനെയാണോ എടുക്കുന്നത് ആ ഒരു ഇതിലെടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് റെഡിയാക്കൽ. അപ്പോൾ നമ്മുടെ റൈസും കൂടി ഇവിടെ കുക്കായിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി ദമ്മിടലാണ്. ആദ്യം കുറച്ച് മല്ലിയിലും നമ്മുടെ ഫ്രൈഡ് ഓനിയനും, പിന്നെ ഞാൻ ചെറുനാരങ്ങയ്ക്ക് പകരം പാലിലാണ് കേട്ടോ കളർ പൊടി ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെയാണ് ദമ്മിടൽ. ആദ്യം മല്ലിയിലയിൽ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഉള്ളി ഉണ്ടല്ലോ, അത് രണ്ടും കൂടി മിക്സ് ചെയ്യുക. അതിൽ കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് 3ഉം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. അപ്പോൾ വേറെ നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, എല്ലാം കൂടി ഒന്നിച്ചെന്നങ്ങ് ആവുമല്ലോ. അങ്ങനെ വേണ്ടി എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. നിങ്ങൾ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഈ പാലിൽ എന്തിനാ കളറ് കലക്കുന്നതെന്ന് വെച്ചാൽ, പാലിൽ നമ്മൾ കളറ് ഇടുമ്പോൾ നമ്മൾ റൈസ് കുറച്ചും കൂടി നല്ല വറവറയായിട്ട് കിട്ടുമല്ലോ. അധികം ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ചോറ് വെന്തൊക്കെ പോയി കഴിഞ്ഞാൽ പാലാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് നല്ലൊരു ഇതായിട്ട് കിട്ടും റൈസ്. അപ്പോൾ ഇപ്പം എൻ്റെ റൈസ് അങ്ങനെ വെന്തിട്ടൊന്നുമില്ല, കണക്കായ വേവി തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം നമ്മൾ മസാലേൻ്റെ മേലെ ചോറിട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ദം ചെയ്യൽ. അല്ലെങ്കിൽ ഓരോ ലെയറിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. കുറച്ച് ചോറ് പിന്നെ മസാല, കുറച്ച് ചോറ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. ചോറിട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലെ കളർ ഒഴിച്ച് കൊടുക്കുക. കളറും പാലും തമ്മിലുള്ള മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ ഫ്രൈഡ് ഓണിയനും ഗരം മസാലയും ഒന്നിച്ചുള്ള മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഗരം മസാല സെപ്പറേറ്റ് ആക്കിയാലും മതി കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യൽ. ഇനി അതിൻ്റെ മേലെ ഒരു ഇതും കൂടി ഞാൻ ചോറിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലൊന്ന് പാത്രം ഫുള്ളാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രാവശ്യവും കൂടി ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. എൻ്റെ മേലെ കുറച്ച് കളറ്, ഇനി അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മല്ലിയിലയും അതുപോലെ ഫ്രൈഡ് ഓണിയനും ഒന്നിച്ചിട്ടുള്ള മിക്സ്.
ഇനി ഞാൻ കുറച്ച് ചെമ്മീൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ചെറിയൊരു ഫ്ലെയിമിലിട്ട് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ദമ്മ് കയറ്റിയെടുക്കുക, ഒന്ന് ആവിയേറ്റിയെടുക്കുക. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മതിയാവും ലോ ഫ്ലെയിമിലിട്ടിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ബിരിയാണി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെയാണ് കേട്ടോ സെർവ് ചെയ്യുക. ആദ്യം നമ്മൾ റൈസ് ഒന്നിങ്ങനെ മാറ്റിയെടുക്കും, എന്നിട്ട് അടിയിൽ നിന്ന് മസാല എടുക്കും. നമ്മൾ അങ്ങനെയാണ് സെർവ് ചെയ്യുക. ആ ഒരു രീതിയും കൂടി കാണിച്ചു തരാം. ആദ്യം റൈസ് മേലെ നിന്ന് കോരുക, പിന്നെ അടിയിൽ നിന്ന് കുറച്ച് മസാല കോരുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ദമ്മ് പൊളിച്ചിട്ടെടുക്കൽ കേട്ടോ. അപ്പോൾ തലശ്ശേരി സ്പെഷ്യൽ ചെമ്മീൻ ബിരിയാണി, പിന്നെ അതിൻ്റെ കൂടെ അച്ചാറും പിന്നെ കച്ചമ്പറൊക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കുക. ഇതുപോലെ റെഡിയാക്കിയിട്ടില്ലാത്തവർ ഇതുപോലെ റെഡിയാക്കി നോക്കിയിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ കുക്കിംഗ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇഷ്ടമല്ലെങ്കിലും കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.